8 ഇഞ്ച് മാത്രം ആഴമുള്ള ടാങ്കിനടിയിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് കണ്ടില്ലേ, നൂറുകണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തള്ള മത്സ്യം വളരെയധികം പെടാപ്പെടുന്നത്. ഇത് 4ാം തലമുറയാണ്. ആദ്യമിട്ട മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇത് കുറൊക്കെ സർവൈവ് ചെയ്യും, കുറൊക്കെ നമുക്ക് നഷ്ടപ്പെടും. കാരണം നമ്മളത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ബ്രീഡിങ് സെറ്റപ്പ് ഒന്നുമില്ല. അത് അതിൻ്റേതായ രീതിയിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. ഒരുപാട് മത്സ്യക്കുഞ്ഞുങ്ങളുണ്ടാകും, കുറൊക്കെ നഷ്ടപ്പെടും, കുറേ അതിജീവിക്കും. അപ്പോൾ അങ്ങനെയുള്ള അതിജീവിച്ച കുഞ്ഞുങ്ങളെ ആണ് ഈ കാണുന്നതൊക്കെ. അവർ വലുതായിട്ടുള്ളതാണ് ഇതിൽ കാണുന്ന മത്സ്യങ്ങൾ. അതിൽ നിന്നും ഉണ്ടായ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കുറേ കുഞ്ഞുങ്ങളുണ്ടായി. അതിന് മുന്നേ കുറേ കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ, പല ഏജിലുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതിനുവേണ്ടി പ്രത്യേകിച്ച് തീറ്റ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ. ഈ വരാലിന് കൊടുക്കുന്ന 3mm തീറ്റ തന്നെയാണ് കൊടുക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നു മാത്രം, അല്ലാതെ വേറെ സ്പെഷ്യൽ തീറ്റ ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് ആദ്യത്തെ ഗിഫ്റ്റിൻ്റെ ആ ഒരു 2 കിലോൻ്റെ അടുത്തൊക്കെ തൂക്കം വരുന്ന ആ രീതിയിലേക്കൊന്നും എത്തില്ല. മാക്സിമം ഒരു 300-350 ഗ്രാമൊക്കെ കിട്ടുള്ളൂ 6 മാസം കൊണ്ട്. അപ്പോഴൊക്കെ അവർ ബ്രീഡായി 6 മാസം എത്തുമ്പോഴൊക്കെ ബ്രീഡാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഗ്രോത്ത് ഒന്നും നമുക്ക് കിട്ടില്ല. ഒരു 350 ഗ്രാമൊക്കെ കിട്ടുള്ളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല. 350 ഗ്രാമിന് മേലൊക്കെ ഇടാറുണ്ട്. ചിലത് 400-500 ഗ്രാമൊക്കെ ഇട്ടാറുണ്ട്. എന്നാലും നല്ല രീതിയിൽ തന്നെ ഇത് പോകുന്നുണ്ട്, ബ്രീഡാവുന്നുണ്ട്. ഇതിൻ്റെ ചില കുഞ്ഞുങ്ങൾ നമ്മളെ കിണർ പോലുള്ള ടാങ്കിലേക്ക് വന്ന് അവിടെയും വളരുന്നുണ്ട്. ഇതിലുണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതിലേക്ക് ചാടിപ്പോയിട്ട് അവിടെ വളരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും അങ്ങോട്ടൊരു ഔട്ടുണ്ട്, അതിലൂടെയാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെപ്പോഴും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം എപ്പോഴും ശുദ്ധീകരിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബെഡുകളൊക്കെ ഒരുക്കിയിട്ടുള്ള ബെഡുകളിൽ കല്ലുകളിലിട്ട് അതിൽ ധാരാളം പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് വേറെ മത്സ്യങ്ങളൊന്നും പുറത്തുനിന്ന് പിന്നെ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. ഇതിലുണ്ടായിരുന്ന മത്സ്യങ്ങളെ തന്നെ ബ്രീഡായി അതിൻ്റെ വലിയത് ആകുമ്പോൾ നമ്മൾ പിടിക്കുന്നുണ്ട്, ചെറുത് വീണ്ടും വലുതായി വരുന്നുണ്ട്. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ധാരാളം പച്ചക്കറികളും കിട്ടുന്നുണ്ട്. അതാണ് ഈ അക്വാപോണിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത.